നിരാഹാര സമരത്തിൻ്റെ 365 ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2024 ഒക്ടോബർ 13 തീയതിയാണ് ഞങ്ങളുടെ നിരാഹാര സമരം ആരംഭിച്ചത്. എല്ലാവരുടെ സഹായത്തോടു കൂടി ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായിട്ട് ഈ നിരാഹാര സമരം നടത്താൻ സാധിച്ചു. ഇന്ന് 365 ദിനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒക്ടോബർ 10 തീയതി മിനിഞ്ഞാന്ന് ഏറെ സന്തോഷമുള്ള ഹൈക്കോടതിയുടെ വിധി കിട്ടുകയും അതോടൊപ്പം തന്നെ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വളരെ വ്യക്തമായിട്ട് മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് വ്യക്തമായിട്ട് പറയുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് അവർക്കിനി നടപടികളെടുക്കാമെന്നും അതിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് എല്ലാ റവന്യൂ അവകാശങ്ങളും ഗവൺമെൻറ് പ്രസ്താവിച്ച് തരണമെന്നും ഈ ദിവസങ്ങളിൽ നാളെ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരുടെ ഒരു മീറ്റിംഗ് കൂടുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഉചിതമായ തീരുമാനം എടുക്കുകയും അങ്ങനെ ഈ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഈ സമരം അതുവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങളോടുകൂടി ക്രൈസ്തവ ഹൈന്ദവ എല്ലാവരും കൂടി ഒരുമിച്ച് 610 കുടുംബങ്ങളും ഈ സമരത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വരും ആഴ്ചകളിൽ തന്നെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രത്യാശ ഞങ്ങൾ. ബഹുമാനപ്പെട്ട കോടതി 122 പേജുള്ള ഒരു വിധിയാണ് അവിടുന്ന് നൽകിയിരിക്കുന്നത്. ഈ വിധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് കോടതി ഇതിൽ പഠിക്കുകയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് 1950 ഉള്ള ഈ ഡോക്യുമെൻ്റ് വഖഫ് ഡീഡല്ല, ഇതൊരു ഗിഫ്റ്റ് ഡീഡാണെന്ന് വളരെ വ്യക്തമായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള വഖഫ് ബോർഡ് ഈ സ്ഥലം ഒരു അടിസ്ഥാനമില്ലാതെയാണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നതെന്നും ഇവിടെ അവർ സർവേ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, അതുപോലെ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും തന്നെ ചെയ്യാതെ സെക്ഷൻ 40 ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം 2019 മെയ് 20 തീയതി അവരുടെ ആസ്തി പട്ടികയിൽ ചേർക്കുകയും അതോടുകൂടി ഞങ്ങൾ 2022 മുതൽ ഈ സമരം അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ട് പോരാടാൻ തുടങ്ങി. അതിനുശേഷമാണ് ഒരു പരിഹാരമില്ലാതെ വന്നപ്പോഴാണ് നിരാഹാര സമരം ആരംഭിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഈ അവസ്ഥകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ധർണകളും പ്രൊട്ടസ്റ്റും സമരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ 122 പേജിലുള്ള വിധിയിൽ 3 സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് പറയുകയും ഇനി ഗവൺമെൻറ് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങൾ 610 കുടുംബങ്ങൾ കൃതജ്ഞതാ മനോഭാവത്തോടു കൂടി നന്ദി പറയുകയാണ്. കാരണം വളരെ വ്യക്തമായിട്ട് ഈ പ്രശ്നം പഠിക്കുകയും 122 പേജുകളിലൂടെ വളരെ വ്യക്തമായൊരു വിധി നൽകുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആവശ്യമായ ഡയറക്ഷൻ നൽകുകയും അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രത്യാശ നൽകിയിരിക്കുന്ന ഒരു വിധിയാണ് ഈ വിധി. 4 വർഷമായി 2022 ജനുവരി 13 തീയതി വില്ലേജ് ഓഫീസിൽ കരമടക്കാൻ ചെന്നപ്പോഴാണ് ഇത് നിങ്ങളുടെ ഭൂമിയല്ല, ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. തുടർന്ന് ഞങ്ങൾ ഏപ്രിൽ മാസം 10 തീയതിയാണ് MLA ഈ പാരിഷ് ഹാളിൽ വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും, അതായത് സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും ചർച്ചകൾ നടത്തുന്നതും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തുന്നതല്ല. അതിനുശേഷം വഖഫ് മന്ത്രി ഈ ഭൂമി വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ലോകമനസാക്ഷി ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ, ഇത് കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് ഒക്ടോബർ മാസം 13 തീയതി രാവിലെ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ഇവിടെ നിരാഹാര സമരം ആരംഭിക്കുന്നത്. ഇന്ന് 1 വർഷം തികയുകയാണ്. പക്ഷേ ആ 1 വർഷം തികയുന്നതിന് 2 ദിവസത്തിന് മുമ്പ് തന്നെ നീതിപീഠം ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് നീതി ഉള്ള മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് നമ്മുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്രകാരത്തിലുള്ള, അതായത് മുനമ്പം തീരപ്രദേശത്തെ ഭൂമി വഖഫ് സ്വത്തല്ല, ഇതൊരു കണ്ടീഷണൽ ആധാരമാണ്, ഒരു പെർമനൻ്റ് ആധാരം ഡെഡിക്കേഷൻ ആണെങ്കിൽ മാത്രമേ വഖഫ് ആവുകയുള്ളൂ, ഇത് എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും തിരിച്ചെടുക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വഖഫ് ആയിരിക്കുകയില്ല എന്ന് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ പല വിധികളെയും ഉന്നയിച്ചുകൊണ്ടാണ് ശുശ്രൂത് ധർമാധികാരി ജഡ്ജി ശ്യാംകുമാർ ജഡ്ജിയും ജസ്റ്റിസുമാർ ചേർന്ന്
ഈ വിധി പുറപ്പെടുവിച്ചത്. അത് നീതി നിർവഹണത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇനിയും കുറച്ച് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ശരി, ഏറ്റവും കാതലായ ഭാഗം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ വിധി ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇനിയും അങ്ങോട്ടേക്ക് കുറച്ചു കാലം കൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകണം. അത് ലഭിക്കുന്നതുവരെ, റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിച്ച് കിട്ടുന്നതുവരെ ഞങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള ഈ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരിക്കൽ ഞങ്ങൾ വില കൊടുത്ത ഭൂമി 35 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുത്ത വഖഫ് ബോർഡിൻ്റെ ആ തീരുമാനത്തിനെതിരെ ഡിവിഷൻ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഇത് വഖഫ് ഭൂമിയല്ല എന്നും കമ്മീഷന് ഉചിതമായി പ്രവർത്തിക്കാമെന്നുള്ള ആ വിധി വളരെ സ്വാഗതാർഹമാണ്. ആ ജഡ്ജിമാരെ ഞങ്ങൾ ദൈവമായിട്ടാണ് കാണുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. ഈ 600 ചില കുടുംബങ്ങൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, അന്തിപ്പട്ടിണിക്കാർ, വേദനയോടുകൂടി ജീവിക്കുന്നവർ, ഇവിടെ ചോർന്നൊലിക്കുന്ന വീടുകൾ, ഈ വിവാഹപ്രായം എത്തിയ ഞങ്ങളുടെ മക്കൾ, പഠിച്ച് വിദ്യാസമ്പന്നരായ മക്കൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റാത്ത 4 വർഷം ഞങ്ങൾ അതിനകത്തിട്ട് വലച്ചു. അവസാനം ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് നീതി കിട്ടിയിരിക്കുകയാണ്. ഈ നീതി എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് റവന്യൂ വകുപ്പിലൂടെ ഞങ്ങളുടെ ഈ അവകാശം എത്രയും പെട്ടെന്ന് തന്നെ നടത്തിത്തരാനും ഞങ്ങളുടെ കരടപ്പ് കൈവശം ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട കോടതി വിധിയെ ഒത്തിരി സ്നേഹത്തോടെ തന്നെയാണ് മുൻപം ജനത എതിരേറ്റത്. കാരണം ഒരു നീതിയിൽ വിശ്വസിക്കുന്ന, നിയമത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ ഒരു വിധി തന്നെയായിരുന്നു നമ്മൾക്ക് ഹൈക്കോടതി നൽകിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ളത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി വന്ന വിധി അനുസരിച്ച് നമ്മളെ റിലീസ് ചെയ്യാനായിട്ടും നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരാനായിട്ടും നമ്മുടെ കേരള സർക്കാർ വിചാരിച്ചാൽ നടക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ്. പക്ഷെ അത് വിചാരിക്കേണ്ടത് കേരള സർക്കാരും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് വേണം ഈ മുനമ്പം ജനതയുടെ കണ്ണുനീരൊപ്പാനായിട്ട്. ഇപ്പോൾ നമുക്കറിയാം, പലവിധ വിധികളും, അധ്യാപകരുടെ ശമ്പളം വർധനവ്, ഒത്തിരി സമരങ്ങൾ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. സമര കേരളമാണിപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെൻഡിങ് നിൽക്കുന്നതോടൊത്ത് ഇതും അങ്ങനെ പെൻഡിങ് ആകാനായിട്ട് അനുവദിക്കരുത്. കാരണം ഇത് ഒത്തിരി പേരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, കടലിന്റെ മക്കളുടെ പ്രശ്നമാണ്. കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ 1 വർഷമായിട്ട് അനുഭവിക്കുന്ന നരകയാതനയുടെ പ്രശ്നമാണ്. ഇത് കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ നോക്കിക്കാണുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിന് പറ്റും വിധത്തിൽ നന്നായി തന്നെ സർക്കാർ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം ഞങ്ങൾക്ക് തെറ്റാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന വിധി ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു സൗഭാഗ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വിധിയാണ്. കാരണം ഞങ്ങളാരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു വിധി വരുമെന്ന്. ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പറയുന്നത് ഒരു അത്ഭുതകരമായൊരു വിധിയാണ് ഇതിനെ പറയാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെയൊരു നിരീക്ഷണം ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചതല്ല. പിന്നെ ഞങ്ങളുടെ ഈ സ്ഥലം കൈയേറാൻ വന്ന വക്കഫ് ഇത്തരം ഒരു തിരിച്ചടി കിട്ടാനും. സോ ഈ വിധി ഞങ്ങൾ വി ആർ എക്സ്ട്രീംലി ഹാപ്പി. കാരണം ഇങ്ങനെയൊരു വിധി മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതെന്നും നന്ദിയോടെ ഞങ്ങൾ സ്നേഹിച്ചിരിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും പ്രത്യേകിച്ച് ഇതിലൊരു നന്ദി പറയേണ്ട വേറൊരാൾ. കാരണം ഇത് ഫറൂഖ് കോളേജിൻ്റെ ഒരു വാദത്തിലൂടെയാണ് ഇങ്ങനെ ഒരു വിധി വരാൻ സാധിച്ചത്. ഫറൂഖ് കോളേജിനും ഞങ്ങൾക്കൊരു നന്ദിയുണ്ട്. കാരണം അവർ സമർപ്പിച്ചൊരു വാദവും കൂടിയാണ്. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഏറെ സ്വാഗതാർഹമായ ഒന്നാണ്. മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് നീതിപൂർവമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഈ വഖഫ് അവകാശം ഉന്നയിച്ച ഈ ഭൂമിയിൽ കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഈ മുനമ്പത്തെ ഭൂമി വഖഫിൻ്റെതല്ല, അത് ഫറൂഖ് കോളേജിന് ദാനമായി കിട്ടിയതാണ്. ആ ദാനമായി കിട്ടിയത് വില നിശ്ചയിച്ച് ഇവിടുത്തെ താമസക്കാർക്ക് സർക്കാർ തീരുമാനിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പിൽ നികുതി അടച്ച് അവർ സ്വന്തമാക്കിയതാണ്. അത് സത്യം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. തീർച്ചയായും കേരള ഗവൺമെൻറ് അടിയന്തിരമായി ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി നടപ്പാക്കുന്നു എന്നതിന് അടിയന്തിരമായ
പ്രവൃത്തി ഉണ്ടാവണം. മലമ്പുഴ ജനങ്ങളോട് നീതി പുലർത്തണം. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സത്യം. എത്ര മൂടി വെച്ചാലും എന്നെങ്കിലും തെളിഞ്ഞു വരും എന്നുള്ള വലിയ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ സത്യം കണ്ടെത്തിയിരിക്കുന്നു. ആ സത്യം കണ്ടെത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ റവന്യൂ അവകാശങ്ങൾ അടിയന്തരമായി സ്ഥാപിച്ചു കൊടുത്ത് നീതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമരം പിൻവലിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ സമരം പിൻവലിച്ചെന്ന് പറയൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതൊന്ന് നേടി കിട്ടാനുള്ള ഒരു അവസരം കിട്ടണം. ഞങ്ങൾ ഇനി ഇത് കിട്ടുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. സമരം ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയും ഞങ്ങൾ ഒരിടത്ത് ഇറങ്ങിപ്പോകില്ല. ഞങ്ങൾക്ക് ഇത് കിട്ടണം എങ്ങനെയെങ്കിലും. ഞങ്ങൾ എവിടെ ഇറങ്ങിപ്പോകാനാണ്? അവരുടെ ഭൂമിയാണെന്ന് പറയുന്നത്. ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചേക്കണ ഭൂമിയാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് വെറുതെ ഒന്നും കിട്ടിയേക്കണതൊന്നുമല്ല. അപ്പം അതിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും തീരുമാനത്തിലെത്തണം. സമരം പിൻവലിച്ചെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും ഇത് സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും തുടരും. ഞങ്ങൾ മരണം വരെ തുടരാൻ വേണ്ടിയുള്ള ഇതാണ് ഞങ്ങൾക്കുള്ളത്.